പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി എൻ്റെ ടീം എന്നെ ഒരുപാട് നിർബന്ധിച്ച് എടുപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. കാര്യം എന്ന് വെച്ചാൽ ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു വാച്ചിൻ്റെ പേരാണ് Kieslect Actor എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാച്ച്. സോ ഇത് നമുക്ക് കയ്യിലൊക്കെ കെട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വാച്ചാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല സ്മാർട്ട് വാച്ചിനും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തത്ര ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു GPS വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അമ്മ അതിൽ കിട്ടുന്ന സാധനമാണ്. ബിൽഡ് ക്വാളിറ്റി ആവട്ടെ, OS ആവട്ടെ, സോഫ്റ്റ്വെയർ ആവട്ടെ, ഡിസ്പ്ലേ ആവട്ടെ, എല്ലാം പൊളി. ഇത് ആക്ച്വലി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറേ ദിവസമായി കേട്ടോ. ഏകദേശം ഒരു 3-3.5 മാസമായി. ചൈനയിൽ നിന്ന് ഈ ബ്രാൻഡ് നമുക്ക് ഈ ഒരു വാച്ച് മാത്രമായിട്ട് അയച്ചു തന്നു. ഞാനതിനെ ഉഴപ്പി ഞാൻ ഇത്രയും നാൾ കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കാം. നിങ്ങൾ എൻ്റെ വ്ളോഗൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനകത്ത് മൊത്തം ഞാൻ ഈ സാധനം കയ്യിൽ കെട്ടിക്കൊണ്ട് നടപ്പുണ്ട്. ഉഴപ്പി അവസാനം ഞാനിത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. റിവ്യൂ ആഫ്റ്റർ 3.5 months. ഇത് അയച്ചു തന്നവർ നമുക്ക് എന്നും മെയിലയക്കും, വീഡിയോ ഇവിടെ, നിങ്ങൾ സാധനം കൊണ്ടുപോയിട്ട് വീഡിയോ തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഫൈനലി ഇറ്റ്സ് ഹിയർ. ഈ വാച്ചിനെ കുറിച്ച് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു സെറാമിക് കേസിൻ്റെ അകത്ത് വരുന്ന ഒരു വാച്ചാണ്. സോ സെറാമിക് ബിൽഡാണ്. ദാറ്റ് മീൻസ് സ്റ്റെയിൻലെസ് സ്റ്റീലിനേക്കാളും ടഫായിട്ടുള്ളൊരു ബിൽഡാണ്. ദാറ്റ് ഈസ് കറക്റ്റ്. ഞാനിതിനെ ഭയങ്കര റഫായിട്ടാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ട്രാവലിംഗ് സമയത്തും ഓക്കെ. ഈ ഒരു വാച്ചിൻ്റെ ഉപയോഗം, എനിക്ക് ഇനിഷ്യലി ഉള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനങ്ങനെ വാച്ച് ഉപയോഗിക്കുന്നതല്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വേറൊരു ബ്രാൻഡിൻ്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു വാച്ചായിരുന്നു. അതിൻ്റെ ചാർജർ കാണാനില്ല, എവിടെ നോക്കിയിട്ടും ചാർജർ കാണാനില്ല. അപ്പോൾ ഞാൻ വാച്ച് കെട്ടുന്നത് തന്നെ നിർത്തി. അതിനുശേഷം എനിക്ക് കിട്ടിയതാണ് ഈ സാധനം. ആദ്യം ഞാൻ ഫീച്ചേഴ്സ് വെച്ച് തന്നെ തുടങ്ങാം. 1.6 ഇഞ്ചിൻ്റെ ഒരു LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ലോകത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ചിൻ്റെ ഡിസ്പ്ലേ ആണെന്നാണ് ബ്രാൻഡ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തൊരു GPS കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾ ജോഗിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഡേറ്റ സൂപ്പർ അക്യുറേറ്റ് ആയിരിക്കും. സോ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള വാച്ചിൻ്റെ കേസുകൾ വരുന്നുണ്ട്. സിങ്ക് അലോയ് വരുന്നുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നുണ്ട്, ടൈറ്റാനിയം വരുന്നുണ്ട്, സെറാമിക് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് സെറാമിക് ആണ് ഏറ്റവും ടഫസ്റ്റ്. അതാണ് ഈ സാധനം. സെറാമിക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. വലിയ വെയിറ്റ് ഒന്നുമില്ല നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പലതവണയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വാച്ചിൻ്റെ വെയിറ്റ് ആണ് ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം എന്നുള്ളത്. ഇത് വലിയ വെയിറ്റ് ഒന്നുമില്ല. 150 സ്പോർട്സ് മോഡുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്പ്ലേ കാണാൻ പറ്റും. ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ആണ്, കളേഴ്സ് സൂപ്പറാണ്, കിടിലൻ കളേഴ്സാണ്. ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട്. ആ സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ ഒരു തവണ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും പറ്റും. പിന്നെ താഴെയായിട്ട് ഒരു സ്പോർട്സ് ബട്ടൺ വരുന്നുണ്ട്. അത് ഒറ്റ തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോർട്സ് മോഡുകൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇൻഡോർ സൈക്ലിംഗ് ഉണ്ട്, ഓപ്പൺ വാട്ടർ സ്വിമ്മിംഗ് ഉണ്ട്, ക്ലൈംബിംഗ് ഉണ്ട്, ട്രെയിൽ റൺ ഉണ്ട്, ഫ്രീ എക്സസൈസ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ആൻഡ് ടച്ച് സെൻസിറ്റിവിറ്റി വേറെ ലെവലാണ്. അത് നോക്കിയേ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര സ്മൂത്തായിട്ട് ടച്ചും ആനിമേഷനൊക്കെ പോകണേ, ഭയങ്കര രസമാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്. ആ വോയിസ് അസിസ്റ്റൻ്റ് ആക്ടിവേറ്റ് ആവും. ഇപ്പോൾ കണ്ടോ, ഐ ആം ലിസണിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ. അപ്പോൾ വോയിസ് അസിസ്റ്റൻ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണൊക്കെ പല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നടുക്കായിട്ട് ഒരു സ്ക്രോൾ ബട്ടൺ ഉണ്ട്. അത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ഫീച്ചേഴ്സിലേക്ക് പോകാൻ പറ്റും. അതായത് നമ്മുടെ ഡേറ്റ അറിയുന്നതിൽ ഭാഗത്തേക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ്, അങ്ങനെയുള്ള ഫങ്ഷണാലിറ്റീസ് ഓപ്പൺ ആക്കുന്ന ഭാഗത്തേക്ക്, അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, സ്ലീപ്പ് മോണിറ്റർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുന്നതിന് പകരം ഒരു ചെറിയൊരു ഭയങ്കര രസമാണ്. ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമെന്ന് പറഞ്ഞോളൂ, ഞാൻ കേൾപ്പിച്ചു തരാം. ഭയങ്കര രസമാണ്. പിന്നെ നമ്മുടെ സ്പോർട്സ് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ SOS ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എമർജൻസി സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഈ സ്പോർട്സ് ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ മതി, SOS കോള് പൊക്കോളും. 200-ലധികം വാച്ച് ഫേസസ് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വാച്ച് ഫേസസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. KSOS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ഇതുമായിട്ട് പെയർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ പൊതുവെ ആപ്പ് പെയർ ചെയ്തൊന്നും ഉപയോഗിക്കാറില്ല. ബട്ട് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ പെയർ ചെയ്ത് കാണിക്കുകയാണ്. ഇതാണ് ആപ്പ്. അതിൻ്റെ അകത്ത് നമുക്ക് എക്സസൈസ് മോഡുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ ചാർജ്, അതുപോലെ തന്നെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ഞാനൊന്നും എനേബിൾ ചെയ്തിട്ടില്ല. എനേബിൾ ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചറപറ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇൻ കേസ് ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ മാനേജ്മെൻറ്റ് എന്നൊരു വിഭാഗം കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. പിന്നെ ബ്ലൂടൂത്തിൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഇതൊരു ഹെഡ്ഫോൺ പോലെ ആക്ട് ചെയ്യും. ഇൻ കേസ് നിങ്ങളുടെ ഫോൺ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് കോൾ എടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വാച്ചിന് നമുക്ക്
കോൾ എടുത്ത് സംസാരിച്ച് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ ഭയങ്കര എക്സ്ട്രാ ആഡ് ഓൺ ഫീച്ചേഴ്സാണ്. ഇപ്പോൾ ഉള്ള പല വാച്ചുകളിലും ഉണ്ട്, ബട്ട് ഇതിനകത്തുണ്ട്. പിന്നെ ഈ വാച്ച് 14 റഗഡ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. വൈബ്രേഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, റെയിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, സോൾട്ട് ഫോഗ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഉപ്പ് വെള്ളത്തിൻ്റെ ഫോഗ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, സാൻഡ് ആൻഡ് ഡസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആസിഡിക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രീസിങ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഹൈ ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലോ ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ടെമ്പറേച്ചർ ഷോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടാമിനേഷൻ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, സോളാർ റേഡിയേഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലോ പ്രഷർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രഷർ വേരിയേഷനും ഹ്യൂമിഡിറ്റിയും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ള ടെസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലൈക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു വാച്ചാണ്. മറ്റ് വാച്ചുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്തൊരു സംഭവം ഇതിനകത്തുണ്ട്. അതായത് 50 മീറ്റർ താഴേക്ക് വരെ നമുക്ക് ഈ ഒരു വാച്ചിന്, അതായത് വെള്ളത്തിൻ്റെ അടിയിൽ വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും ഡീപ്പായിട്ട് ഡൈവ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇതിനകത്ത് ഡീപ്പ് ഡൈവിംഗ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീന് ലോക്കാവും, ആക്സിഡൻ്റൽ ടച്ചസും കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ, അതായത് ഹാർട്ട് റേറ്റ് അങ്ങനെയുള്ള ഡേറ്റാസ് മൊത്തം റിയൽ ടൈം ആയിട്ട് കാണാൻ പറ്റും. സോ നിങ്ങൾ നീന്തുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വെരി ഗുഡ്. കാരണം 5 ATM വാട്ടർ സ്റ്റാൻഡേർഡ്സ് ഈ ഒരു വാച്ചിൻ്റെ അകത്തുണ്ട്. പിന്നെ എല്ലാ വാച്ചിലും ഉണ്ടെന്ന് തോന്നുന്നു റിയൽ ടൈം നമ്മുടെ ഡേറ്റ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇത്ര നേരം ഓടി അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തു, ഇതാണ് നിങ്ങളുടെ ഹാർട്ട് റേറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമ്മൾ വെറുതെ ഇപ്പം നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ ഈ ഒരു കൺട്രിയിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഒരുപാട് നടക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇതിങ്ങനെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് ഇങ്ങനെ കൂടുന്നുണ്ട്, ടേക്ക് എ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ തരും. കൂൾ. പിന്നെ ഹാർട്ട് റേറ്റ് അലാം ഉണ്ട്. ഇൻ കേസ് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതറിയിക്കും. പിന്നെ ഐ ഫ്രണ്ട്ലി ആണ്, നിങ്ങൾക്ക് കണ്ണിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത്രയും നേരവും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അത് ഭയങ്കര സംഭവമാണ് കേട്ടോ. നോക്കിയേ, ഇപ്പോൾ കൈ എത്രയൊക്കെ ഇതിനകത്ത് തൊട്ട് കഴിഞ്ഞാലും ഫിംഗർ പ്രിൻ്റ് ഒന്നും തന്നെ വരില്ല. ഓക്കെ, ഭയങ്കര നല്ലത്. പിന്നെ ഈ ബ്രാൻഡ് എല്ലാ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുമായിട്ടും കമ്പാറ്റബിൾ ആണ്. നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട്. മൈക്രോഫോൺസ്, സ്പീക്കേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട്. $100 ആണ് ഇതിൻ്റെ പ്രൈസ്. $100 എന്ന് പറയുമ്പം $100 നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആക്ച്വലി ഞാനത് വളരെ ഓപ്പൺ ആയിട്ട് പറയണം. ഇത് ലൈക്ക് ബൂസ്റ്റ് ചെയ്ത് ഇവന്മാർ ഇത് തന്നതുകൊണ്ട് പറയുന്നതൊന്നുമല്ല. ഇതിനെ പൊക്കി പറയാനാണെങ്കിൽ ഞാൻ ഇത് കിട്ടിയപ്പോഴേ വീഡിയോ ഇടേണ്ടതാണ്. ഞാൻ അത് ഇടാതെ ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. ഈ സാധനം ഭയങ്കര നല്ലതാണ്, നല്ല ക്വാളിറ്റി സാധനമാണ്. ആൻഡ് വേറെ സ്ട്രാപ്പും കിട്ടും കേട്ടോ ഇതിൻ്റെ കൂടെ. ഭയങ്കര നല്ല ക്വാളിറ്റി സാധനമാണ്. നിങ്ങൾക്കൊരു $100 ലൈക്ക് $100 മറ്റ് വാച്ചുകളൊക്കെ കമ്പയർ ചെയ്യുമ്പം കുറച്ച് കൂടുതലാണ്. പക്ഷെ എന്നാലും ഈ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആപ്പിൾ വാച്ച്, ഷവോമി വാച്ചൊക്കെ നോക്കുമ്പോൾ ദിസ് ഈസ് വർത്ത്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ ചാർജിങ് ആണ്. ഇത് ചാർജ് കയറാൻ കുറച്ച് സ്ലോ ആണ്. ഒരു 2.5 മണിക്കൂറൊക്കെ എടുത്താണ്, 2-2.5 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഇത് ഫുൾ ചാർജ് ആവുന്നത്. പക്ഷേ പവർ സേവിങ് മോഡിൽ 44 ദിവസം വരെ നിൽക്കും. അല്ലാത്ത യൂസേജ് ആണെന്നുണ്ടെങ്കിൽ 15 ദിവസം വരെ നിൽക്കും. 500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. ഈ ബ്രാൻഡിന് ഇതേപോലത്തെ ഇഷ്ടം പോലെ വാച്ചുകളുണ്ട്. നിങ്ങൾ വെബ്സൈറ്റ് കയറി നോക്കിയാൽ മനസ്സിലാവും. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ല സാധനമാണ്. ഞാൻ ഒരു കുറ്റവും പറയൂല. പൈസ കൊടുക്കുന്നതിനുള്ള ക്വാളിറ്റി തരുന്നുണ്ട്. ഇത് ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ച എക്സ്പീരിയൻസ് പറയാണ് കേട്ടോ. ഇനി ആരെങ്കിലും ഒക്കെ നീ തള്ളി മറിക്കണല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാ ദിവസവും നമുക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും മെസ്സേജ് അയക്കും, വീഡിയോ എവിടെ എന്ന് പറഞ്ഞിട്ട്. അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കുറേ നാളായി ഇതെൻ്റെ കയ്യിൽ കിടക്കുന്നത്. ഞാനതാ ഇങ്ങ് കൊണ്ടുവന്നില്ലേ, ഞാൻ നാട്ടി വെച്ചിട്ട് വരാനുള്ള സാധനമാണ്. ബട്ട് ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക്. Bye-bye.